യേശുവും സംഘവും ലയോ പാപ്പയുടെ അടുത്തെത്തി. ഇന്നലെ ജൂൺ 25 ബുധനാഴ്ച വത്തിക്കാനിൽ ഒരു അപൂർവ കൂടിക്കാഴ്ച നടന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പ വിശ്വാസികളുമായി നടത്തിയ പൊതു കൂടിക്കാഴ്ചയുടെ സമാപനത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. എത്തിയവർക്കും കണ്ടു നിന്നവർക്കുമെല്ലാം അതൊരുപോലെ സന്തോഷമായി, ആവേശമായി. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ പരമാധ്യക്ഷനെ സന്ദർശിക്കാനെത്തിയത് ദി ചോസൺ സീരീസിലെ ജോനാഥൻ റൂമിയും സംഘവുമാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെയും അപ്പസ്തോലന്മാരുടെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോക്സ് ഓഫീസ് ഹിറ്റ് പരമ്പരയാണ് ദി ചോസൺ. ഇതിൽ യേശുക്രിസ്തുവിൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് 51-കാരനായ ജോനാഥൻ റൂമി എന്ന അമേരിക്കൻ ആക്ടറാണ്. ജോനാഥൻ റൂമിയോടൊപ്പം പാപ്പയെ കാണാൻ അവിടെ എത്തിയത് പരമ്പരയിൽ മഗ്ദലന മറിയത്തിൻ്റെ വേഷം അഭിനയിക്കുന്ന എലിസബത്ത് താബിഷ്, അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാനെ അവതരിപ്പിക്കുന്ന ജോർജ് സാന്തിഷ്, കന്യകാമറിയമായി അഭിനയിക്കുന്ന വനേസ ബെനവൻ്റെ എന്നിവരും മറ്റ് ക്രൂ അംഗങ്ങളുമാണ്. പാപ്പയുമായി അവർ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ലോകമെമ്പാടുമുള്ള 200 ദശലക്ഷത്തിലധികം ആളുകൾ കണ്ട പരമ്പരയാണ് ദി ചോസൺ. ലഭ്യമാകുന്ന പരമ്പരയുടെ 5ാം സീസണിൻ്റെ എക്സ്ക്ലൂസീവ് പ്രീമിയർ അടുത്ത മാസം ഇറ്റലിയിൽ സ്ട്രീമിങ്ങിനായി ഒരുങ്ങുകയാണ്. അടുത്ത വർഷം പ്രദർശിപ്പിക്കപ്പെടുന്ന 6ാം സീസണിൽ ഈശോയുടെ കുരിശുമരണം കേന്ദ്രമാക്കിയുള്ള രംഗങ്ങളാവും ഉണ്ടാവുക. 6ാം സീസണിൻ്റെ ഷൂട്ടിംഗ് നടന്നത് തെക്കൻ ഇറ്റലിയിലാണ്. അവിടെ നടന്ന 3 ആഴ്ചത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് അവർ റോമിലെത്തി പാപ്പയെ സന്ദർശിച്ചത്. അതുപോലെ അടുത്ത വർഷമാണ് ഈശോയുടെ പീഡാസഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ റിലീസ് ചെയ്യുന്നത്. ചോസൺ സീരീസിൻ്റെ ക്രൂവുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട ലയോ പാപ്പ തൻ്റെ സന്തോഷം അവരെ അറിയിക്കുകയും അവരുമായി ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു.